ഹലോ ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് ആയിട്ട് കട്ട് ഓഫ് മാർക്കിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം മെൻസിൻ്റെ എക്സാമിനെക്കാളും എന്തുകൊണ്ടും ടഫായിരുന്നു എന്ന് നമുക്ക് വേണം പറയാം. കാരണം മെൻസിൻ്റെ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് അടക്കം കടുപ്പില്ലാതെ നല്ല എളുപ്പത്തിലാണ് ചോദിച്ചത്. പക്ഷേ വുമൻസിൻ്റെ നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വളരെ ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ മെൻസിനെക്കാളും എന്തുകൊണ്ടും ടഫായിട്ടുള്ളൊരു എക്സാമായിരുന്നു വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ പ്രീവിയസ് ലിസ്റ്റ് എങ്ങനെയായിരുന്നു, എത്ര പേര് എടുത്തു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓഡ് ലിസ്റ്റിൽ നമ്മുടെ വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്, അതായത് ഇതിന് മുമ്പുണ്ടായ ലിസ്റ്റിൽ 57.67 നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. നമ്മുടെ കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റിൻ്റെതാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ നമ്മുടെ ഏകദേശം മെയിൻ ലിസ്റ്റിൽ 858 പേരും അതുപോലെ തന്നെ സപ്ലി ലിസ്റ്റിൽ ഏകദേശം 558 പേരുമായിരുന്നു PSC എടുത്തിരുന്നത്. അങ്ങനെ ടോട്ടൽ 1446 പേരെയായിരുന്നു ലിസ്റ്റിൽ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഏകദേശം അത്ര തന്നെ ആൾക്കാരെ എടുക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ തൊഴിൽ വീതിയുടെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഇവിടെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 45 മാർക്കിനും 85 മാർക്കിനും ഇടയിൽ കട്ട് ഓഫ് വരുമെന്നാണ് നമ്മുടെ തൊഴിൽ വീതി പറയുന്നത്. എന്തായാലും 45 മാർക്ക് വരെ കുറയാനൊന്നും സാധ്യതയില്ല. എന്നാലും ഇവർ പറയുന്നത് 55 മാർക്കൊക്കെ പോകുന്നതിൽ തെറ്റ് പറയാനില്ല. അപ്പം നമ്മുടെ ഏകദേശം ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 56-നും 62-നും ഇടയിലായിരിക്കും കട്ട് ഓഫ് എന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കുറയാൻ സാധ്യതയില്ല. കാരണം മെൻസിനെ പോലെ ഒരു ബറ്റാലിയൻ വൈസ് ആയിട്ടുള്ള നമ്മുടെ വുമൺസിൻ്റെ ലിസ്റ്റ് വരുന്നത്. കാരണം അത് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. പൊതുവേ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിനൊക്കെ പൊതുവേ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷവും നോക്കുമ്പോൾ സിവിൽ പോലീസ് ഓഫീസറിനേക്കാളും വുമൺ സിവിൽ പോലീസ് ഓഫീസർക്ക് അത്യാവശ്യം കട്ട് ഓഫ് മാർക്ക് കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 50 മാർക്കിന് താഴെയൊന്നും എന്തായാലും വരാൻ സാധ്യതയില്ല. ഇത് നമ്മൾ പറയുന്ന പോലെ ഒരു 86-നും 62-നും ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ആൾക്കാർ തന്നെ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഏകദേശം ഒരു 56-നും 62 മാർക്കിനും ഇടയിലായിരിക്കണം കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PSC വളരെയധികം ആൾക്കാരൊന്നും എടുക്കാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അവസാനം ആർക്കും നിയമനമൊന്നും കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം സിവിൽ പോലീസ് ഓഫീസറുടെ വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരവും കാര്യങ്ങളെല്ലാം കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ PSC എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാളും അധികം ആൾക്കാരെ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ എടുത്തിട്ടും ആൾക്കാരൊന്നും വാക്കൻസി നൽകിയിട്ടില്ലെങ്കിൽ മുമ്പുള്ള പോലെ തന്നെ നടക്കും എന്നുള്ളത് PSCക്ക് അറിയുന്നതാണ്, സർക്കാരിന് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഏകദേശം അത്രയോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറയാനോ ആണ് സാധ്യത വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ലിസ്റ്റ് ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു വുമൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത്. മെൻസിൻ്റെ വേഗം വന്നായിരുന്നെങ്കിൽ വുമൻസിൻ്റെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആണോ എന്നറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു PSC ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫിസിക്കലിനൊക്കെ അത്യാവശ്യം പ്രിപ്പയർ ആയിരിക്കുക. ഒന്ന് രാവിലെ എണീച്ച് ഓടി ഐറ്റംസൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.